ഹലോ, ഞാനിപ്പോൾ ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഓൺ ദി വേ എയർപോർട്ടിന്റെ പുറത്താണ്. ലുലു മോളിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ സാധനം ഇത് വേണ്ട മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മാറ്റിയെടുക്കാൻ സമ്മതിക്കില്ല. അതിന്റെ വൗച്ചർ, ഇപ്പൊ 1000 റുപ്യന്റെ സാധനം നമ്മൾ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന്റെ വൗച്ചർ തരും. 1000 റുപ്യന്റെ ഇതുപോലെ ഒരു ബില്ലാണ് കേട്ടോ. അപ്പോൾ ഈ വൗച്ചർ തന്ന 6 മാസം വാലിഡ് ആണ്. ഈ ബില്ലാണെങ്കിലോ നമ്മൾ എവിടെയെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മറന്നുപോകും. വീട്ടിലെവിടെയെങ്കിലും എടുത്ത് വെച്ചാൽ അതും മറന്നുപോകും. ചിലപ്പോൾ നമ്മുടെ പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ, പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലെറ്റേഴ്സ് ബ്ലാക്ക് ആണ്, ഇത് മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് പറയാൻ വന്നില്ല, എന്തൊരു ബുദ്ധിയാണെന്നറിയോ ഇത്. ഈ ഓൾ ഓവർ വേൾഡിൽ ഇതുപോലെ വൗച്ചർ തന്നു കഴിഞ്ഞാൽ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടാവും, എത്ര പേര് മറന്നിട്ടുണ്ടാവും, എത്ര പേര് കളഞ്ഞു പോയിട്ടുണ്ടാവും. ഇല്ല, എന്തൊരു ഐഡിയ ആണ് ബിസിനസ് മൈൻഡ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക, അത് മാറ്റാൻ നിൽക്കരുത്. മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ 1000 റുപ്യന്റെ വൗച്ചർ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അത് 6 മാസം വാലിഡ് ആണ്. ഈ കടലാസ് എവിടെയെങ്കിലും നമ്മൾ മറന്നു വെച്ച് കഴിഞ്ഞാൽ അവര് ഒറിജിനൽ ഫോണിൽ ഫോട്ടോ കോപ്പി വെച്ച് കഴിഞ്ഞാൽ അവര് ഫോണിൽ അപ്സെറ്റ് ചെയ്ത് അവിടെ എടുക്കില്ല. ഓക്കെ, അപ്പൊ നേരെ കൊണ്ടുവരാൻ പറയും. ഇല്ലെങ്കിൽ ഈ ബില്ല് കൊണ്ടുവരാൻ പറയും. ഇല്ലെങ്കിൽ ഫോൺ കോപ്പി കാണിക്കാൻ, സ്ക്രീൻഷോട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് നമ്മൾ മറന്നു കഴിഞ്ഞാൽ ഇത് ബാലൻസ് പൈസ 1000, 5000, 10,000 യൂസഫ് അലിന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ടാ. അങ്ങനെ എത്ര കോടികൾ എത്തിയിട്ടുണ്ടാവില്ല. എന്തൊരു ബുദ്ധൂസാണ് യൂസഫ് അലി സാറ്. ഓക്കെ, നിങ്ങൾ മറക്കണ്ട, ബില്ല് കറക്റ്റായിട്ട് കയ്യിൽ എടുത്ത് വയ്ക്കുക.